ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 15-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം, സാവൂൾ രാജാവിന് തൻ്റെ ജീവിതത്തിൽ പറ്റിയ ചില പാളിച്ചകൾ, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ, മഹത്വത്തോടെ കയറി വന്നവന് ഒത്തിരിയേറെ തകർച്ചകൾ പറ്റി രാജപദവിയിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ നീങ്ങിപ്പോയി. 15-ാമത്തെ അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം സാവൂളിനെ രാജാവാക്കാൻ ആ തിരഞ്ഞെടുപ്പ് നടത്തിയതും അതിനുശേഷം ആ അഭിഷേകം നടത്തിയതും അവനെ പഠിപ്പിച്ചു കൊണ്ടു നടന്നതുമെല്ലാം എത്ര മനോഹരമായിട്ടായിരുന്നു. ദൈവം വലിയ പ്രതീക്ഷയോടെ ആണ് സാവൂളിനെ രാജാവാക്കിയത്. പക്ഷേ സാവൂളിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ മുഴുവനും സാവൂളിൻ്റെ തന്നെ ജീവിതത്തെ തകിടം മറിക്കുന്നതായിരുന്നു. കർത്താവ് അവസാനം ഇങ്ങനെ പറയാണ്: കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് നിന്നെ രാജത്വത്തിൽ നിന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏതൊരു മനുഷ്യൻ്റെയും തകർച്ച എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. തകർച്ചയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് 1-2 അടികൾ താളം തെറ്റിക്കഴിയുമ്പോൾ, 1-2 സ്റ്റെപ്പുകൾ താളം തെറ്റിക്കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ തിരിച്ചു വരാൻ വളരെ എളുപ്പമുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വഴികളിലാണോ എന്നൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ, ഞാൻ കർത്താവിൻ്റെ വഴി വിട്ടു പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന ജീവിതത്തിൽ നടത്തിയാൽ സൗളിനെ പറ്റിയെക്കൊണ്ട് വലിയ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാലാണ് അവിടുന്ന് അവനെ രാജത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നതും ധിക്കരിക്കുന്നതുമാണ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. പ്രത്യേക പരിഗണനകൾ നൽകി, പ്രത്യേക സ്നേഹവും താല്പര്യവും നൽകി, മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷം പോലെ പ്രത്യേക താല്പര്യത്തിൽ വളർത്തിയതാണ്. അത് ധിക്കരിച്ചു കഴിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊള്ളുക. അവനെ അഭിഷേകം ചെയ്യാൻ നേരത്ത് പ്രവാചകൻ പറയുന്നതാണ്: സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്കരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്കരെ എല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീപുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ, ഒട്ടകം, കഴുതകൾ, ഇതിനെ മുഴുവനും നശിപ്പിക്കാൻ ദൈവം പറഞ്ഞു. അമലേക്കരുടെ രാജ്യത്തിൽ ചെന്ന്, കാരണം ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ഈ ദൈവത്തിൻ്റെ ജനത്തെ ശല്യം ചെയ്ത ഒരു കൂട്ടരാണ് അമലേക്കർ. അതുകൊണ്ടാണ് ദൈവം സാവൂളിനെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. രാജാവായ ഉടനെ അമലേക്കരെ നശിപ്പിക്കുവാനാണ് കർത്താവ്. വലതോ സ്ത്രീപുരുഷന്മാർ, ആ നാട്ടിലുള്ളത് മുഴുവനും, ആടുമാടുകൾ, മൃഗങ്ങൾ, പിള്ളേർ, എല്ലാത്തിനെയും ആ ദേശത്തെ മുഴുവനും നീ നശിക്കുക. ഇസ്രായേലിയർ വന്ന വഴിക്ക് ദൈവമക്കൾക്ക് തടസ്സം നിന്നതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ പാപം. കാരണം അവരുടെ ഈ ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ ഒരുപാട് ശല്യമായിരുന്നു അമലേക്കർ. ഇത് ഇത്രയൊക്കെ ഈ തടസ്സം നിന്നതിനാണ് അവരെ മുഴുവൻ കൊന്നുകളയാനായിട്ട് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ യുദ്ധത്തിനായിട്ട് സൗൾ രാജാവ് പോയി സൈന്യത്തെ തിരഞ്ഞെടുത്തു, വളരെ ശക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവനൊരു
വലിയ മണ്ടത്തരം ചെയ്തു, വലിയൊരു വിഡ്ഢിത്തരം. മുഴുവനും ആ ദേശത്തെ മുഴുവനും നശിപ്പിക്കാൻ ദൈവം പറഞ്ഞതാണ്. എന്നാൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയെയും നശിപ്പിക്കാതെ അവൻ സൂക്ഷിച്ചു. ഏറ്റവും നല്ലവയെയും ഉത്തമമായവയെയും നശിപ്പിക്കാതെ അവൻ സൂക്ഷിച്ചു. നിന്ദ്യവും നിസ്സാരവുമായവയെ നശിപ്പിച്ചു. അപ്പോൾ ഈ നല്ല ആടുമാടുകൾ, നല്ല പശുക്കൾ, നല്ല വസ്തുക്കൾ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് ജനത്തിനും വലിയൊരാഗ്രഹം തോന്നി. ഇതെന്തിനു വെറുതെ നശിപ്പിച്ച് കളയണം? നമ്മളാണെങ്കിലും ചിന്തിച്ചു പോകും, വെറുതെ നശിപ്പിച്ച് കളയണം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ചിലപ്പോൾ നമ്മുടെ വ്യാഖ്യാന മാതൃകത്തിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ നമ്മൾ ആ തരത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും തിന്മയോട് പോലും നമ്മൾ ഈ തരത്തിൽ ഒരു ഒത്തുതീർപ്പ് നടത്താറുണ്ട്. പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ വികാരിയായിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ, ഇടവകയിലെ പള്ളിയുടെ അടുത്ത് തന്നെ ഹോളിൽ കല്യാണം നടന്ന് കല്യാണത്തിൻ്റെ മണ്ഡപത്തിന് ഒരുപാട് നല്ല പൂക്കൾ അവരുപയോഗിച്ചു. നല്ല പൂക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഒത്തിരി നല്ല പൂക്കളുണ്ട്, അൾത്താരയിൽ വെക്കാൻ തരാം എന്ന് പറഞ്ഞു. അത് നല്ലതാണോ? കല്യാണമണ്ഡപം അലങ്കരിച്ച മനോഹരമായ പൂക്കൾ കല്യാണമണ്ഡപത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞ് പൊളിച്ചു കളയുന്ന സമയത്ത് ആ പൂക്കൾ അൾത്താരയിൽ വയ്ക്കുവാനായിട്ട് തരുന്നു. അത് ശരിയോ തെറ്റോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. ഉപയോഗത്തിന് ശേഷം ബാക്കി വന്നത് കർത്താവിൻ്റെ അൾത്താരയിൽ വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിന് കൊടുക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത് ആ കല്യാണ മണ്ഡപം അലങ്കരിക്കുന്നതിന് മുമ്പ് അതിലെ 10 പൂക്കൾ കൊണ്ടുവന്ന് അച്ഛാ പള്ളിയിൽ വെക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേടിച്ച് വയ്ക്കുമായിരുന്നു. പക്ഷേ അവരുടെ ആവശ്യം കഴിഞ്ഞ് ഇനി അത് കളയാൻ മാത്രമേ ഉള്ളൂ. അത് അൾത്താരയിൽ വെക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഔചിത്യക്കേടുണ്ട്. അവിടുത്തെ നാമം ഉന്നതമാണ്, അവിടുത്തെ ബലിപീഠം മഹത്വം നിറഞ്ഞതാണ്. ആ അൾത്താര ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വസ്തുക്കൾ കൊണ്ട് വേണം അലങ്കരിക്കാൻ. വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ച പഴയതുകൊണ്ട് അലങ്കരിക്കേണ്ട ഒരിടമല്ല അൾത്താര എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കേട്ടവരൊക്കെ എന്നെ അല്പം വിമർശിച്ചു. അവർ പറഞ്ഞു, നല്ല പൂക്കളാ, സമ്മതിച്ചു, പക്ഷേ മനുഷ്യൻ്റെ ഉപയോഗത്തിന് ശേഷം കൊണ്ടുപോയി വെക്കാനുള്ള ഇടമല്ല അൾത്താര എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇതുപോലെ സാമുവേൽ ചെയ്തതാ. നല്ല കാളകൾ, നല്ല ആടുകൾ, നല്ല കഴുതകൾ ദൈവം നശിപ്പിക്കാൻ പറഞ്ഞു. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ, ആ ഒരു ചിന്തയോടുകൂടി അവനതെല്ലാം, ആളുകളല്ല, എല്ലാത്തിനെയും ഈ രാജ്യത്തിലേക്ക് തെളിച്ചു. ഭൗതിക വസ്തുക്കളോടുള്ള നമ്മുടെ ആഗ്രഹം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേ ആകാവൂ. ദൈവം ആഗ്രഹിക്കാത്ത വിധത്തിൽ നമ്മളൊന്നും ചെയ്യരുത്. എന്താണ് ദൈവം പറഞ്ഞതെന്നറിയാമോ? സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ജലപ്രളയത്തിന് മുമ്പ് ദൈവം ഇത് പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നോക്കി ദൈവമായ കർത്താവിന് ഞാൻ നൽകുന്ന ബഹുമാനവും ആദരവും അതൊക്കെ നോക്കി ദൈവം ഒരുപക്ഷേ പറയുന്നില്ല, ഇവനെ സൃഷ്ടിച്ചതിൽ അല്ലെങ്കിൽ ഇവളെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് ദൈവം പറയുന്നുണ്ടാവുമോ? നമ്മളത് ആലോചിക്കണം.
ഇവിടെ സൗലിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. എന്താണ് കാരണം? അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ഒരു കൽപ്പന പറഞ്ഞതവൻ അനുസരിക്കുന്നില്ല. അമലേക്കരുടെ രാജ്യത്തിൽ നിന്ന് മുഴുവൻ സാധനങ്ങളും പേരെടുത്ത് പറഞ്ഞതാണ്. സ്ത്രീപുരുഷന്മാർ, കുട്ടികൾ, കുഞ്ഞുങ്ങൾ, എല്ലാ ശിശുക്കൾ മുഴുവനെയും വധിക്കുക. ആടുമാടുകൾ, കഴുതകൾ, മുഴുവൻ ജീവികളെയും. സാമുവേൽ പ്രവാചകൻ കോപാകുലനായി. സാമുവേലിനോട് എന്നിട്ട് ഈ രാജാവ് പറയുകയാണ്, പ്രവാചകനോട് പറയുകയാണ്, ഞാൻ കൽപ്പനകളെല്ലാം നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്ന് മാത്രം. കൽപ്പനകളെല്ലാം അമലേക്കരെ വധിക്കാൻ പറഞ്ഞു, മുഴുവൻ എണ്ണത്തിനെയും വധിച്ചു. മോശമായതിനെ, ഹീനമായതിനെയൊക്കെ കൊന്നു കളഞ്ഞു. ബാക്കിയുള്ളതിനെ ഞങ്ങളിങ്ങ് കൊണ്ടുപോകുന്നു. പ്രവാചകൻ ചോദിക്കുകയാണ്, എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് രാജാവിനോട് പ്രവാചകൻ ചോദിച്ചു. എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? ജനം അമലേക്കരിൽ നിന്നും കൊണ്ടുവന്ന വസ്തുക്കളാണിവ, ബലിയർപ്പിക്കുവാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് എന്ന്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തിന് എന്തു ബലി? കർത്താവിനായിട്ടൊരു കരുതൽ. എന്തു കരുതൽ? ദൈവം കരുതാത്തൊരു കരുതൽ നമ്മൾ ദൈവത്തിന് വേണ്ടി കരുതണം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ തിരുവചനം പ്രവാചകൻ പറയുന്നു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. രാജാവിൻ്റെ ചങ്കിക്കുട്ടുന്നോർത്ത് വർത്താനമാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? നീ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ നിനക്ക് വലിയ വിലയൊന്നും, നീ നിസ്സാരനാണ്. കാരണം നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും ചെറിയ ഗോത്രമാണ് ബെഞ്ചമിൻ ഗോത്രം, അതിലെ ഏറ്റവും നിസ്സാരമായ കുടുംബമാണ് നിൻ്റെ കുടുംബം, ആ കുടുംബത്തിലെ ഏറ്റവും നിസ്സാരനായ മനുഷ്യനാണ് ഞാൻ എന്ന് തുടക്കത്തിൽ നീ പറഞ്ഞിരുന്നല്ലോ. അതെടുത്ത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഒരു രാജാവിന് യോജിക്കാത്ത, കാരണം ഏറ്റവും നിസ്സാരനായവനെ ദൈവം ഉയർത്തി ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ ആ രാജാവിന് യോജിച്ച തരത്തിൽ അവൻ പെരുമാറേണ്ടതായിരുന്നു. എൻ്റെ ജീവിതാന്തസ്സിന് യോജിച്ച വിധത്തിൽ ഞാൻ എപ്പോഴും പെരുമാറണം. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ആരാണ്, എൻ്റെ സംസാരത്തിൽ അത് വളരെ വ്യക്തമായിരിക്കണം. ഒരു പുരോഹിതന് ചേരാത്ത വർത്തമാനം ഞാൻ ഒരിക്കലും പറയരുത്. ഒരു ഇടവക വികാരി എന്ന നിലയിൽ ഇടവക വികാരിക്ക് ചേരാത്ത ഒരു വാക്കും ഞാൻ സംസാരിക്കരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ കുടുംബനാഥന് യോജിക്കാത്ത ഒന്നും ഒരു മനുഷ്യന് കുടുംബനാഥൻ പറയരുത്. ഒരപ്പന് യോജിക്കാത്തത് അപ്പൻ പറയരുത്. അമ്മയ്ക്ക് യോജിക്കാത്തത് അമ്മ പറയരുത്. മക്കൾക്ക് പറയാൻ കൊള്ളാവുന്നതേ മക്കൾ പറയാവൂ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥയ്ക്ക് യോജിച്ച വർത്തമാനങ്ങൾ, സംസാര രീതികൾ പറയണം. അതാണ് പ്രവാചകന്മാർ, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. ആ രാജത്വത്തിൻ്റെ മഹത്വം നീ കാണിക്കേണ്ടതായിരുന്നു. കർത്താവിൻ്റെ വാക്ക് നീ തെറ്റിച്ചു. അമലേക്കരെയും അവർക്കുള്ളതും മുഴുവൻ നശിപ്പിക്കും. നല്ലത് കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, ബലിയർപ്പിക്കാൻ വേണ്ടി കർത്താവിനെ എന്നും പറഞ്ഞ് അവൻ കൊണ്ടുവന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സംഭവം ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കോ പിടിച്ചടക്കുന്ന ഒരു സമയം, ഇസ്രായേൽ ജനം ആദ്യത്തെ ആക്രമണം നടത്തി പിടിച്ച ജെറീക്കോയാണ് അവരാദ്യം പിടിച്ചടക്കിയത്. ജോഷുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചാൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പം ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുത്, എല്ലാം കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് അന്ന് പറഞ്ഞിരുന്നു. ജെറീക്കോ പിടിച്ചടക്കുമ്പോൾ ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല, എല്ലാം കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം. പക്ഷേ ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 50 ഷെക്കൽ തൂക്കം വരുന്ന ഒരു സ്വർണ്ണക്കട്ടിയും 200 ഷെക്കൽ തൂക്കം വരുന്ന ഒരു വെള്ളിക്കട്ടിയും ഷീനാരിൽ നിന്നുള്ള വിശിഷ്ടമായ ഒരു മേലങ്കിയും അവൻ മോഷ്ടിച്ച് തൻ്റെ കൂടാരത്തിനുള്ളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല, ഇസ്രായേൽക്കാരും അറിഞ്ഞില്ല. പിന്നെ
ഇസ്രായേൽക്കാർ അടുത്ത പട്ടണം ആക്രമിക്കാനായിട്ട് പോവുകയാണ്. ഏത്? ആയി പട്ടണം. ആയി പട്ടണം കീഴടക്കാനായിട്ട് പോയപ്പോൾ ആയി പട്ടണക്കാർ കുറഞ്ഞ ആളേ ഉള്ളൂ. അതുകൊണ്ട് 2000-ഓ 3000-ഓ പട്ടാളക്കാർ പോയാൽ മതി ആയി പട്ടണത്തെ കീഴടക്കാനെന്ന് ഇസ്രായേൽ ജനം വിലയിരുത്തി അങ്ങനെ പോയി. പക്ഷേ ആയി പട്ടണക്കാരുടെ മുമ്പിൽ അവർ തോറ്റോടി. ആയി പട്ടണം കീഴടക്കാൻ അവർക്ക് പറ്റിയില്ല. 30ഓളം പേരെ ആയി പട്ടണക്കാർ വധിച്ചും കളഞ്ഞു. എന്താണ് കാരണം? ഇസ്രായേൽ പരാജയപ്പെട്ട് തിരിച്ചോടുന്നു. ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു പരാജയം. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നു സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ. വൈകുന്നേരമായപ്പോൾ കർത്താവ് വിളിച്ചു, ജോഷുവ, നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നു? എഴുന്നേൽക്ക്, ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ തോറ്റോടിയത്. ജോഷുവ 7-ാം അധ്യായം 12-ാമത്തെ തിരുവചനം കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇത് കർത്താവിൻ്റെ നിലപാടാണ്. ഇതാർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കർത്താവേ എന്ന് പറയാൻ ആർക്കും പറ്റില്ല. അതെടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ തിരുവചനവും പറയുന്നു, കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ വീണ്ടും വീണ്ടും ധിക്കരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നും അകലും. ദൈവം നമുക്ക് ദാനമായി തന്നതൊക്കെ നമുക്ക് നഷ്ടമാകും. എന്തെങ്കിലുമൊക്കെ തകർച്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, ഞാൻ കർത്താവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറിയാണോ? കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് തന്നെ രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ദൈവത്തിന് വേണ്ട അവിടുത്തെ വചനം അനുസരിക്കാത്തവനെ. ബലിയർപ്പണത്തിനായിട്ട് കൊന്നുകളയാൻ പറഞ്ഞ സാധനങ്ങളെ മുഴുവൻ കൂട്ടി ഇങ്ങോട്ട് പോന്ന സാവൂൾ രാജാവിൻ്റെ മനോഭാവം, ഭൗതിക വസ്തുക്കൾ കാണുമ്പോൾ അതിനോടുള്ള താല്പര്യം, അതാണ് കർത്താവ് പ്രമാണങ്ങൾ എഴുതിയപ്പോൾ ദ്രവ്യാസക്തിയെക്കുറിച്ച്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന് ഈശോ പ്രമാണത്തിൽ എഴുതി കൊടുക്കാനുള്ള കാരണം. അന്യൻ്റെ വസ്തുക്കൾ, ഏത് നല്ല വസ്തുക്കൾ കാണുമ്പോൾ ആർക്കും തോന്നാം ഒരു താല്പര്യം. പക്ഷേ ഇത് പ്രമാണത്തിൻ്റെ ലംഘനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതെനിക്ക് വേണ്ട എന്ന് വയ്ക്കാൻ. മറ്റുള്ളവരുടെ ഒരു വസ്തു പോലും, എനിക്ക് അർഹതപ്പെടാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഞാൻ കാശ് കൊടുക്കാത്ത ഒരു സാധനവും എൻ്റെ മുറിയിൽ വരാൻ പാടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എൻ്റെ മുറിയിൽ വരാൻ പാടില്ല. അതായത് എനിക്ക് ആവശ്യമുള്ളതേ വരാവൂ, എനിക്ക് ന്യായമായി ലഭിച്ചതേ എനിക്ക് എൻ്റെ മുറിയിൽ കാണാൻ പാടുള്ളൂ. അങ്ങനെ സാവൂൾ രാജാവ് ദൈവത്തിൻ്റെ കൽപ്പന നേരിട്ട് ലംഘിച്ചു. സാധാരണ മനുഷ്യനല്ല പറഞ്ഞത്, കൂട്ടുകാരല്ല പറഞ്ഞത്, പ്രവാചകനല്ല, ദൈവമായിരുന്നു പറഞ്ഞത്. അത് അവൻ മനസ്സിലാക്കേണ്ടിയിരുന്നു. സാമുവേലിൻ്റെ പുസ്തകത്തിൽ വീണ്ടും സാവൂളിൻ്റെ ഒന്ന് രണ്ട് തെറ്റുകൾ നമുക്ക് കാണാം. 1-ാം പുസ്തകം 13-ാം അധ്യായം 9-ാം തിരുവചനങ്ങളിൽ 13-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ ദഹനബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു. 7 ദിവസം പ്രവാചകനെ കാത്തിരുന്നവൻ രാജാവ്. 7 ദിവസമായപ്പോൾ എന്ത് സംഭവിച്ചു? ജനമൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ആൾക്കാർ പോകും, അതുകൊണ്ട് ഞാൻ തന്നെ ബലി അർപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചു. പ്രവാചകൻ, പുരോഹിതൻ അർപ്പിക്കേണ്ട ബലി രാജാവ് ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞ് സാധനങ്ങളൊക്കെ കൊണ്ടു, ദഹനബലിക്കുള്ള സാധനങ്ങളും സമാധാന ബലിക്കുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ ബലി അർപ്പിച്ചു. ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സ്ഥലത്തെത്തി. പ്രവാചകൻ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നീ വിഡ്ഢിതമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചില്ല. അനുസരിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. നോക്കുക, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ എന്നേക്കുമായി ഇസ്രായേലിൻ്റെ രാജാവ് ആരായിരിക്കും? സാവൂളായിരിക്കുമായിരുന്നു. സാവൂറിൻ്റെ മക്കളാകുമായിരുന്നു. അങ്ങനെ തലമുറ തോറും ഇവൻ്റെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയായിരുന്നെങ്കിൽ
കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിരുന്നു എങ്കിൽ നിന്റെ രാജ്യത്വം ഇസ്രായേൽ എന്നേക്കുമായി ഞാൻ സ്ഥിരപ്പെടുത്തുമായിരുന്നു. അവന് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ അവൻ തന്നെ അത് വലിച്ചെറിഞ്ഞു. എത്ര മോശമായിപ്പോയി, എത്ര ഹീനമായിപ്പോയി അവൻ്റെ പ്രവൃത്തി എന്ന് ഓർക്കുക. അവന് പോലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എത്രയോ മനോഹരമായ സ്ഥാനം, രാജപദവിയാണ് ദൈവം നൽകിയത്. അത് വേണ്ട വിധം കാത്തുപാലിക്കാൻ അവന് സാധിച്ചില്ല. അവൻ എത്രയേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ? ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാൽ മാത്രം മതി. കർത്താവ് പറഞ്ഞത് അതേപടി ചെയ്താൽ മതിയായിരുന്നു. കളഞ്ഞില്ലേ? സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഈ സാവൂൾ രാജാവ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതുപോലെ എത്രയോ ദൈവകൃപകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്രയോ തവണ നമ്മൾ ധിക്കരിച്ച് ഈ സാവൂളുകൾ എത്രയോ കൃപകൾ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഭൂമിയിൽ. കാലവർഷത്തിൻ്റെ മഴ, പുഴകളെല്ലാം കവിഞ്ഞൊഴുകുന്നു, അരുവികളും കവിഞ്ഞൊഴുകുന്നു. മഴ പെയ്യുമ്പോൾ ഈ വെള്ളം മുഴുവൻ എന്താണ് ചെയ്യുന്നത്? അരുവിയിലേക്ക് പോയി അങ്ങ് കടലിൽ ചെന്ന് ചേരുന്നു. വേനൽക്കാണ് ഈ മഴ എന്ന് പെയ്യുന്നെങ്കിലോ, പൊരിഞ്ഞ വേനൽക്ക് മഴ പെയ്യുകയാണെങ്കിൽ ഈ വെള്ളം മുഴുവനും ഭൂമി കുടിക്കും. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോവുകയാണ്. ഇതുപോലെ ദൈവകൃപ നമ്മളിലേക്ക് വരുന്നത് ഈ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ നമ്മൾ എത്രയോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ ദൈവകൃപകൾ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. സാവൂൾ രാജാവ് തൻ്റെ രാജ്യത്വം കളഞ്ഞതുപോലെ. 15-ാം അധ്യായം 35-ാം വചനം, 1 സാമുവേൽ 15-35 തിരുവചനം, കർത്താവ് വീണ്ടും പറയുന്നു, സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് വേദനിച്ചു. സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് വേദനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകിയ ചില കഴിവുകളും ദൈവം നമുക്ക് സമ്പത്ത് നൽകിയതിനെയും ഒക്കെ ഓർത്ത് നമ്മുടെ കഴിവുകൾ പങ്കുവയ്ക്കാത്തതുകൊണ്ടും നമ്മുടെ സമ്പത്ത് അർഹതപ്പെട്ട മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാത്തതുകൊണ്ടും നമ്മുടെ സ്വാർത്ഥതയും ദൈവത്തിൻ്റെ കൽപ്പനകൾ നേരിട്ട് ലംഘിക്കുന്നതുമൊക്കെ കണ്ട് ദൈവം വേദനിക്കുന്നുണ്ടാവും. നമ്മളൊന്ന് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് നീ തൃപ്തനാണോ? എൻ്റെ ജീവിതം അനുഗ്രഹപ്രദമാണോ? എൻ്റെ ജീവിതം സഭയ്ക്ക് അനുഗ്രഹപ്രദമാണോ? എൻ്റെ ജീവിതം കുടുംബത്തിന് അനുഗ്രഹപ്രദമാണോ? എൻ്റെ ജീവിതം സമൂഹത്തിന് അനുഗ്രഹപ്രദമാണോ? അതോ എന്നെ സൃഷ്ടിച്ചതിൽ ദൈവമേ നീ ഖേദിക്കുന്നുണ്ടോ? സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. ഓർക്കുക, 16-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് സൗളിനെ വിട്ടുപോയി. ഇതിലും വലിയൊരു ദുരന്തം സംഭവിക്കാനില്ല. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തകൻ പാപം ചെയ്ത ഈ പശ്ചാത്താപത്തെക്കുറിച്ച് അവൻ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന സങ്കീർത്തനത്തിൽ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പാപം ചെയ്തു ഒക്കെ, കർത്താവെ എങ്കിലും അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് നമ്മൾ നോക്കണം. കർത്താവ് സാമുവേലിൻ്റെ അടുത്തുനിന്ന് പോരുന്നപ്പോൾ പുതിയ ഹൃദയം നൽകിയതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അഭിഷേകത്തിൻ്റെ സമയത്ത് അവനിൽ വന്നതാണ്. ഇവന് നമ്മെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് കുറച്ച് ഇസ്രായേൽക്കാർ ചോദിച്ച് പരിഹസിച്ചപ്പോൾ അഭിഷേകത്താൽ അവൻ പ്രതികരിച്ചത് എങ്ങനെയാണ്? അവൻ ഒന്നും പറഞ്ഞില്ല. വളരെ ശാന്തമായി അവൻ കയ്യിലെടുത്തതാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഹെസക്കിയ രാജാവിനെക്കുറിച്ച് മനോഹരമായൊരു വചനം പറയുന്നുണ്ട്. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി.
ഇതുപോലെ നമ്മുടെ ജീവിതവും ആയിരിക്കട്ടെ. കർത്താവിനോട് നമുക്ക് ഒട്ടി നിൽക്കാം, കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാം, കൽപ്പനകളൊക്കെ പാലിക്കാം. കർത്താവ് അവനോട് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോഴോ നമ്മുടെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണ്ണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഹെസക്കിയ രാജാവ് അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിന്നതുപോലെ ഞങ്ങളുടെ ജീവിതകാലം അത്രയും അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള പ്രത്യേക കൃപ നൽകണമേ. അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന ഏതെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ തിരുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ തിരുക്കുമാരനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ എപ്പോഴും ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.